ഹായ് എവരി വൺ, എല്ലാവർക്കും RK ചെസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു പുതിയ സീരീസിലാണുള്ളത്. അതായത് നമ്മുടെ വേൾഡ് ഓഫ് ചെസ്സിൽ നടക്കുന്ന ഒരുപാട് ടൂർണമെൻറ്റ്സുകൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ടതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നാൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിൽപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് ഫിഡെ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നിലവിലെ വേൾഡ് ചാമ്പ്യനായിട്ടുള്ള ദൊമരാജു ഗുഗേഷിനെ നെക്സ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നേരിടാൻ പോകുന്നത് ആരാന്നൊക്കെ മനസ്സിലാക്കാനും അറിയാനൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ഓഫ് ചെസ് ഹിസ്റ്ററിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് ഫിഡെ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ്. നിലവിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 29, 2026 മുതൽ ഏപ്രിൽ 16 വരെയാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. സൈപ്രസിൽ വെച്ചാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് ഓൺ ദ വേ ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ സീരീസിലൂടെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സാധാരണയായിട്ട് മുൻ 2024 നടന്നിട്ടുള്ള ഫിഡെ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൽ നമ്മുടെ ഇന്ത്യൻ ഭാഗത്ത് നിന്ന് നമ്മുടെ വിജിത് സന്തോഷ് ഗുജറാത്തി, ഗുഗേഷ്, അതുപോലെ തന്നെ അർജുൻ അരികേസി, രമേഷ് ബാബു പ്രജ്ഞാനന്ദ പോലെയുള്ള വളരെ മികച്ചതായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ചെസ് അഭിമാനങ്ങൾ എല്ലാവരും പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഓപ്പൺ കാറ്റഗറി നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആകെ രമേഷ് ബാബു പ്രജ്ഞാനന്ദ മാത്രമാണ് കളിക്കുന്നത്. ഇപ്രാവശ്യം അവിടെ ഒരു US-ൻ്റെ ആധിപത്യമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിമൻസ് കാറ്റഗറിയിലെ 8 പേരിൽ നിന്നും അതിൽ നമ്മുടെ ദിവ്യ ദേശ്മുഖിനെയും, ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖിനെയും, അതുപോലെ തന്നെ വൈശാലി രമേഷ് ബാബുവിനെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ഗെയിംസ് നമ്മൾ ഓരോ ദിവസവും പരമാവധി നല്ല ഗെയിംസ് നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യ റൗണ്ട് 2026 മാർച്ച് 29 ആദ്യ റൗണ്ടിൽ ഇന്ത്യൻ പ്രോഡിജി പ്രജ്ഞാനന്ദയും അനീഷ് ഗിരി നെതർലാൻഡ്സും തമ്മിൽ ഇന്ത്യ വേഴ്സസ് നെതർലാൻഡ്സ് ഒരു മത്സരം നടന്നിരുന്നു. വളരെ മികച്ചൊരു മത്സരമായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടാണ് പരിശോധിക്കുന്നത്. മീൻസ് ആ ഒരു ഗെയിം അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അനീഷ് ഗിരിയെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസിങ് ആയ ഒരുപാട് ഞെട്ടിക്കുന്ന മൂവ്സ് പ്രജ്ഞാനന്ദയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഇത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നേരെ ഗെയിംസിൽ കിടക്കാം. നമ്മുടെ പ്രജ്ഞാനന്ദ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് പോൺ E4 മൂവ് ചെയ്തുകൊണ്ടാണ്. പോൺ ടു E4. ഇവിടെ പോൺ E4 കളിക്കുമ്പോൾ നമ്മുടെ അനീഷ് ഗിരി പോൺ C5 കളിച്ചുകൊണ്ട് റെസ്പോൺസ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. ഇവിടെ ക്ലോസ്ഡ് ലൈനാണ് പ്രജ്ഞാനന്ദ ചൂസ് ചെയ്യുന്നത്. നൈറ്റ് ടു C3 പോപ്പുലർ അല്ല. നൈറ്റ് F3 ആണ് കൂടുതലായി കാണപ്പെടാറുള്ളത്. എല്ലായിടത്തും അത് തന്നെയാണ് കൂടുതലായിട്ട് വരാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രജ്ഞാനന്ദ സെലക്ട് ചെയ്യുന്നത് നൈറ്റ് ടു C3 എന്ന് പറയുന്ന മൂവാണ്. ഇവിടെ ബ്ലാക്ക് ജസ്റ്റ് D6 കളിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ അനീഷ് ഗിരിയെ ഞെട്ടിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു പുതിയ കുറേ കാലത്തിന് ശേഷം ആരും അങ്ങനെ കളിച്ച് കാണാറില്ലാത്ത ഒരു മൂവ് നമ്മുടെ പ്രജ്ഞാനന്ദ കളിക്കുന്നത്. പോൺ ടു F4 ഗ്രാൻഡ് പ്രിസ് ഓപ്പണിംഗ് ആണ്, ഗ്രാൻഡ് പ്രിസ് ലൈനാണ്. അപ്പോൾ ഇത് അനീഷ് ഗിരിയെ കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു മൂവാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ അനീഷ് ഗിരി പോൺ ടു G6 കളിക്കുന്നു. ബിഷപ്പിനെ ഫിയാൻജറ്റോ ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ. ഇവിടെ എന്തായാലും നേരെ നൈറ്റ് F3 തന്നെ കളിക്കുന്നു. F4 കളിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവിൽ നമ്മൾ കിങ്സ് ക്യാമ്പിറ്റിലായാലും വിയന്ന ക്യാമ്പിറ്റിലായാലും അങ്ങനത്തെ പല ഓപ്പണിങ്ങിലും F4 കളിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവ് തന്നെ വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് F5 കളിച്ച് കഴിഞ്ഞാൽ ബ്ലാക്കും F6 നൈറ്റോ അല്ലെങ്കിൽ നൈറ്റ് F3 ഒക്കെ കളിച്ചിട്ട് H4 ആൻഡ് H5 സ്ക്വയർസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതൊരു പൊതുവേ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് F3 എന്ന് പറയുന്ന മൂവാണ് പ്രജ്ഞാനന്ദൻ്റെ ഭാഗത്ത് വരുന്നത്. ബിഷപ്പ് G7 പോൺ G6 കളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അനീഷ് ഗിരി ബിഷപ്പ് G7 കളിച്ചുകൊണ്ട് അതിനെ ഫിയാൻജറ്റോ ചെയ്യുന്നു. ഇവിടെ ബിഷപ്പ് ടു B5 ചെക്കാണ് പ്രജ്ഞാനന്ദ കളിക്കുന്നത്. ഇവിടെ ബിഷപ്പ് D7 വെച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്നു പോൺ ടു A4. ആ ഒരു ബിഷപ്പിനെ പോൺ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ബിഷപ്പ് ഇൻറ്റു ബിഷപ്പ് ബ്ലാക്ക് വെട്ടിക്കഴിഞ്ഞാൽ വൈറ്റ് A പോൺ ഇൻറ്റു ബിഷപ്പ് വെട്ടും. അത് വൈറ്റിന് അഡ്വാൻറ്റേജ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം A5 ഓപ്പൺ ആയി കിട്ടും. മാത്രമല്ല C6 ആൻഡ് A6 ഇമ്പോർട്ടൻറ്റ് സ്ക്വയർസ് വൈറ്റിൻ്റെ പോണിൻ്റെ കൺട്രോളിലാവും. അത് എന്തായാലും വൈറ്റിന് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ട്രേഡിന് പോകുന്നില്ല. ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് നൈറ്റ് C6. അനീഷ് ഗിരി ഇവിടെ കളിക്കുന്നു നൈറ്റ് ടു C6. ഓക്കെ, ഇവിടെ പ്രജ്ഞാനന്ദ ജസ്റ്റ് കാസ്ലിംഗ് ചെയ്യുന്നു, കിങ് സേഫ്റ്റി. ദെൻ ഇവിടെ അനീഷ് പോൺ A6 പുഷ് ചെയ്യുന്നു, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ജസ്റ്റ് ബിഷപ്പ് C4 കളിക്കുന്നു പ്രജ്ഞാനന്ദ. ഇവിടെ E6 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് E6 കളിക്കുന്നു. ഇവിടെ പോൺ ടു D3. ഫസ്റ്റ് ബിഷപ്പിന് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബിഷപ്പിൻ്റെ C1 ബിഷപ്പ് ഡയഗണലൊക്കെ ഓപ്പൺ ചെയ്യുന്നു. എന്തായാലും പ്രജ്ഞാനന്ദ ഇവിടെ പോൺ ടു D3 ആണ് കളിക്കുന്നത്. ഓക്കെ, ഇവിടെ ബ്ലാക്ക് പ്ലേഡ് നൈറ്റ് G7 G6 നൈറ്റ് E7 കളിക്കുന്നു.
ഓക്കെ, ഇവിടെ G6 നൈറ്റ് E7 കളിച്ച് F5 സ്കോറിൻ്റെ കൺട്രോളാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. F5 പുഷ് ഏത് സമയവും വരാം, അതാണ് ഇവിടുത്തെ ഈ ഒരു ഗ്രാൻഡ് പ്രിക്സിൻ്റെ ഐഡിയ തന്നെ. F5 നൈറ്റ് G5 ക്യൂൻ E1 ക്യൂൻ G3 അല്ലെങ്കിൽ H4 അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഐഡിയാസ്. എന്തായാലും ഇവിടെ പ്രജ്ഞാനന്ദ എന്ത് കളിച്ചിട്ടും കാര്യമില്ല എന്നാണ്. പ്രജ്ഞാനന്ദ ജസ്റ്റ് പോൺ F5 തന്നെ കളിക്കുന്നു. ഇവിടെ വൈറ്റ് F5 കളിച്ചതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അത് ക്യാപ്ചർ ചെയ്യാണ്. ബ്ലാക്ക് E takes F6 F5. ബ്ലാക്ക് പ്ലേഡ് E പോൺ ടേക്സ് ഓൺ F5 പോൺ. ഓക്കെ, ഇവിടെ പ്രജ്ഞാനന്ദ ജസ്റ്റ് ക്വീൻ E1 കളിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള ഐഡിയകളൊക്കെ തന്നെയാണ് ഇവിടെ. ഇനി E/F5 വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ E5 ഓപ്പൺ ആയി കിട്ടും. മാത്രമല്ല നിലവിൽ അത് ബെറ്റർ, ബ്ലാക്കിന് എന്തായാലും അത് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം ബ്ലാക്ക് ഇതുവരെ ക്യാസ്ലിംഗ് ചെയ്തിട്ടില്ല. കിങ് E5 ഇരിക്കുകയാണ്, ആ നൈറ്റ് പിന്നിങ്ങിലാവും. പിന്നെ ബിഷപ്പ് G5 നൈറ്റ് D5 പോലെയുള്ള നല്ല നല്ല അറ്റാക്കിംഗ് പോസിബിലിറ്റീസ് ഇവിടെ വൈറ്റിന് കിട്ടുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് E6 ആണ്. ആ ഒരു പിന്നിങ്, അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇനി E/F5 എടുക്കുന്ന സമയത്ത് ക്വീൻ E1 E8 കിങ്ങിനുള്ള ഒരു പിന്നിങ്, ആ ഒരു പിന്നിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ബിഷപ്പ് E6ൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. എന്നാലും ഇവിടെ പ്രജ്ഞാനന്ദ ബെസ്റ്റ് മൂവിനെ കളിക്കുന്നു. E/F5 G/F5 ബിഷപ്പ് ടേക്സ് E6 F takes E6 ക്യൂൻ ടേക്സ് E6. കുറേ ട്രേഡുകൾ ഇവിടെ നടക്കുകയാണ്. ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ തന്നെ വൈറ്റിൻ്റെ ക്വീൻ E6 ആ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഒരുപാട് നല്ല നല്ല വേരിയേഷനിലോട്ട് തന്നെ കളികൾ എത്തുന്നുണ്ട്. ഏതായാലും ഇവിടെ ജസ്റ്റ് ക്വീൻ ട്രേഡ് ഓഫർ ചെയ്യാണ്. ക്വീൻ ടു D7. പ്രജ്ഞാനന്ദ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രജ്ഞാനന്ദ ക്വീൻ C4 പിൻവലിക്കുന്നു, ബാക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ അനീഷ് കളിക്കുന്നത് ലോങ് കാസിലിംഗ്. എന്തായാലും ഇവിടെ ഷോർട്ട് കാസിലിംഗ് പോസിബിൾ അല്ലല്ലോ, അപ്പോൾ എന്തായാലും ലോങ് കാസിൽ തന്നെ ചെയ്യാണ്. ഇവിടെ ബിഷപ്പ് G5 നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് G5 കളിച്ചുകൊണ്ട് ജസ്റ്റ് റൂക്ക് D8 റൂക്ക് E8 കളിച്ചുകൊണ്ട് ആ പിന്നിങ് ഒഴിവാക്കുന്നു. റൂക്ക് E1 കളിക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ നൈറ്റ് G6 കളിക്കുന്നു. ഒരു റൂക്ക് ട്രേഡ് ഓഫർ ചെയ്യാണ്. പക്ഷേ ഇവിടെ നമ്മുടെ അനീഷ് ഗിരിയെ ഞെട്ടിച്ചുകൊണ്ട് നൈറ്റ് D5 ആണ് പ്രജ്ഞാനന്ദ കളിക്കുന്നത്. ത്രെഡ് വളരെ ഈസിയാണ്. നൈറ്റ് B6 ഫോർക്കാണ് ത്രെഡ്. നൈറ്റ് B6 കിങ്ങിനും ക്വീനും ഒരുമിച്ച് ഫോർക്ക് കൊടുക്കുക. ജസ്റ്റ് കിങ് B8 കളിക്കുന്നു അനീഷ് ഗിരി. ജസ്റ്റ് കിങ്ങിന് B8 തന്നെ കളിക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ഇവിടെ അടുത്ത മൂവ് കളിക്കുന്നു. നൈറ്റ് F6 അവിടെ ഫോർക്കാണ്. ക്വീനെയും റൂക്കിനെ ഒരുമിച്ച് ഫോർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, വേറെ വഴിയൊന്നുമില്ല. ബിഷപ്പ് ഇൻറ്റു നൈറ്റ് എടുക്കേണ്ടി വരികയാണ്. അങ്ങനെ ബിഷപ്പ് ടെക്സ് നൈറ്റ് അനീഷ് ഗിരി എടുക്കുന്നു. വൈറ്റ് പ്ലേഡ് ബിഷപ്പ് ടെക്സ് ബിഷപ്പ്. റൂക്കിന് അറ്റാക്കാണ്. റൂക്ക് F8 കളിക്കുന്നു. റൂക്ക് H8 റൂക്ക് F8 കളിക്കുന്നു. ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് C3 പോകുന്നു. ഇവിടെ പോൺ ടു F4 എന്ന് പറയുന്ന മൂവാണ് അനീഷ് ഗിരിയുടെ ഭാഗത്ത് വരുന്നത്. അനീഷ് ഗിരിക്ക് കിങ് സൈഡ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. പരമാവധി അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രജ്ഞാനന്ദയെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോൺ ടു F4. എന്തായാലും പ്രജ്ഞാനന്ദ റൂക്ക് ട്രേഡിന് പോവാണ്. E1 റൂക്ക് ടേക്സ് ഓൺ E8 റൂക്ക് ചെക്ക്. റൂക്ക് ടേക്സ് റൂക്ക് കളിക്കുന്നു അനീഷ് ഗിരി. ഇനി ട്രേഡ് ഓഫർ ചെയ്യാണ്. പരമാവധി പീസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രജ്ഞാനന്ദൻ്റെ ലക്ഷ്യം. റൂക്ക് E1 കളിക്കുന്നു. റൂക്ക് E1 കളിച്ചുകൊണ്ട് ട്രേഡ് ഓഫർ ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് റൂക്ക് F8 പോകുന്നു. അനീഷ് ഗിരി എന്തായാലും ട്രേഡിന് കൊടുക്കുന്നില്ല. ദെൻ ക്വീൻ ടു E6 വരുന്നു. പ്രജ്ഞാനന്ദൻ്റെ ഭാഗത്തുനിന്ന് ക്വീൻ ട്രേഡ് ഓഫർ ചെയ്യാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെട്ടിയേ പറ്റൂ ഒരു മൂവ് പോലെ വരികയാണ്. കാരണം ഇത് കുറച്ച് സ്ട്രോങ് മൂവാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ക്വീൻ ടെക്സ് ക്വീൻ കിട്ടുന്നു. വൈറ്റ് റൂക്ക് ടെക്സ് ക്വീൻ കിട്ടുന്നു. ക്വീനും ബോർഡിൽ നിന്ന് പോയി. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ D6 പോൺ അറ്റാക്കിലാണ് അനീഷ് ഗിരി കളിക്കുന്നത്. കിങ് ടു C7. ഇവിടെ നൈറ്റ് ടു G5 H7 പോണിന് അറ്റാക്ക് ചെയ്യാണ്. നൈറ്റ് ടു G5 കളിച്ചുകൊണ്ട് ജസ്റ്റ് കിങ് D7 കളിച്ചുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നൈറ്റ് നിലവിൽ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നൈറ്റിൻ്റെ H7 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് മൂവിൽ H6 പുഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഐഡിയ. ഇതാണ് അനീഷ് ഗിരിയുടെ ഐഡിയ. അതുകൊണ്ട് തന്നെ പ്രജ്ഞാനന്ദ ജസ്റ്റ് റൂക്കിൻ്റെ ബാക്ക് കളിക്കുന്നു. റൂക്ക് ടു E4 റൂക്കിന് E4 കളിക്കുന്നു. ദെൻ അനീഷ് ഗിരി റൂക്കിനെ F5 കളിക്കുന്നു. നൈറ്റിന് അറ്റാക്കാണ്. എന്തായാലും പ്രജ്ഞാനന്ദ H7 ഫ്രീ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ടേക്സ് ഓൺ H7. അങ്ങനെ ഒരു പോൺ ജസ്റ്റ് അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. എന്തായാലും ഈ ഒരു പോൺ പോയതാണ് ഈ ഒരു കളിയിൽ തന്നെ എല്ലാം പണി വന്നിച്ചത്. ഓക്കെ, ഇവിടെ അനീഷ് ഗിരിയുടെ ഭാഗത്തുനിന്ന് പോൺ D5 റൂക്കിന് അറ്റാക്കാണ്. റൂക്ക് E2 പോകുന്നു. ദെൻ പോൺ ടു D4 ബിഷപ്പിന് അറ്റാക്കാണ്. ബിഷപ്പ് ടു E1 ഇതാണ് പ്രജ്ഞാനന്ദ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ബിഷപ്പ് ടു E1. ഓക്കെ, ഇവിടെ നൈറ്റ് CE5
C6 നൈറ്റ് E5 വരുന്നു. ഇനി G4 കൊണ്ടുവന്നിട്ട് E3 കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട് പോസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഐഡിയ. ഓക്കെ, എന്തായാലും റൂക്ക് E4 കളിക്കുന്നു പ്രജ്ഞാനന്ദ. റൂക്ക് ജസ്റ്റ് E4 പോകുന്നു. എന്തായാലും നൈറ്റ് G4 തന്നെ കളിക്കുന്നു. ഇവിടെ അനീഷ് ഗിരി നൈറ്റ് G4 തന്നെ കളിക്കുന്നു. പോൺ H3 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് E3 വരുന്നു. ഔട്ട് പോസ്റ്റ്, നല്ലൊരു ഔട്ട് പോസ്റ്റ് E3യിൽ കിട്ടുന്നു. ഇവിടെ ബ്ലാക്കിന് നല്ലൊരു ഔട്ട് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാ അറ്റാക്കും പോസിബിലിറ്റീസും ഉണ്ട്. ഇവിടെ ജസ്റ്റ് പോൺ C3 കളിച്ചുകൊണ്ട് D4 ബ്രേക്ക് ചെയ്യാണ് പ്രജ്ഞാനന്ദ. നൈറ്റ് D5 ആണ് ഇവിടെ അനീഷ് ഗിരി കളിക്കുന്നത്. E3യിലെ നൈറ്റ് ജസ്റ്റ് D5 പോകുന്നു. എന്തായാലും പ്രജ്ഞാനന്ദ ഇവിടെ തൻ്റെ മൂവ് ആരംഭിക്കുകയാണ്. പോൺ ടു H4, ആ ഒരു പാസ്ഡ് പോൺ H5 ഒരു പാസ്ഡ് പോണിനെ എന്തായാലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് പോൺ ടു H4 എന്ന മൂവിലൂടെ. എന്തായാലും അതാണ് ഇതിൽ പ്രശ്നമാവുന്നത്. എന്തായാലും ഇവിടെ D ടേക്ക് C3 കളിക്കുന്നു അനീഷ് ഗിരി. പോൺ ടേക്സ് ഓൺ C3. അപ്പോൾ പ്രജ്ഞാനന്ദ തിരിച്ച് ജസ്റ്റ് ടേക്ക് ചെയ്യുന്നു B/C3. ഇവിടെ റൂക്ക് ടു H5 എന്ന് പറയുന്ന മൂവ് കളിക്കുന്നു. റൂക്ക് H5 കളിച്ചുകൊണ്ട് നിലവിൽ ആ ഒരു പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ജസ്റ്റ് നൈറ്റ് G5 കളിക്കുന്നു. നൈറ്റ് G5 കളിച്ചുകൊണ്ട് നൈറ്റ് G5 ആണ് ഇവിടെ പ്രജ്ഞാനന്ദ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നൈറ്റ് F6 കളിക്കുന്നു. നൈറ്റ് F6 ഇവിടെ ബ്ലാക്ക് കളിക്കുന്നു. നൈറ്റ് F6 ഇവിടെ റൂക്ക് ടു E6 ആണ് പ്രജ്ഞാനന്ദ കളിക്കുന്നത്. നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ടാക്ടിക്സ് ആണ് നമ്മുടെ അനീഷ് ഗിരിയുടെ ഭാഗത്ത് വരുന്നത്. അനീഷ് ഗിരി ഇവിടെ കളിക്കുന്നത് റൂക്ക് ടേക്സ് G5. ഇവിടെ റൂക്ക് ടേക്സ് G5ന് H/G5 എടുത്താൽ King/E6 റൂക്ക് ലോസ്. അപ്പോൾ പ്രജ്ഞാനന്ദയും അതേപോലെ തന്നെ കളിക്കുന്നു. റൂക്ക് ടേക്സ് F6. അങ്ങനെ അവിടെ F6ഉം G5. അപ്പോൾ ഇപ്പോൾ നിലവിൽ G5ലെ റൂക്ക് ബ്ലാക്കിൻ്റെ G5 റൂക്ക് അറ്റാക്കിലാണ്. അപ്പോൾ എന്തായാലും അതിനെ റൂക്കിനെ G4 കളിക്കുന്നു. പക്ഷേ റൂക്ക് H5 ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ ഇവിടെ ഇവിടെ റൂക്ക് G4 പോൺ H5 പുഷ് ചെയ്തുകൊണ്ട് പ്രജ്ഞാനന്ദ പോണിനെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുവന്നു. നൈറ്റിന് അറ്റാക്കാണ്. നൈറ്റ് മൂവ് ചെയ്യേണ്ടി വരുന്നു. നൈറ്റ് E5 വരുന്നു. ഇവിടെ നൈറ്റ് E5 കളിക്കുന്നു. ഇവിടെ പോൺ ടു H6, ആ ഒരു പോണിൻ്റെ മുന്നേറ്റം ഇവിടെ നിൽക്കുന്നില്ല. പോൺ ടു H6 കളിക്കുന്നു. പോൺ H6 വരെ എത്തി. ഇനി ഒരു സ്ക്വയറും പിന്നെ പ്രൊമോട്ടിംഗ് സ്ക്വയറുമാണ്. എന്തായാലും ഇവിടെ നൈറ്റ് F3 ചെക്ക് കൊടുക്കുന്നു. ജസ്റ്റ് King F1 വരുന്നു. നൈറ്റ് E1 ടേക്ക് ചെയ്യുന്നു. King ടേക്സ് E1. അപ്പോൾ ഇവിടെ G2 പോൺ ഹാങ്ങിങ് ആണ്. റൂക്ക് ടേക്സ് G2 അനീഷ് ഗിരി കളിക്കുന്നു. റൂക്ക് ടേക്സ് F4 കളിക്കുന്നു പ്രജ്ഞാനന്ദ. റൂക്ക് H2 ഇവിടെ H6 പോണിനെ ടാർഗറ്റ് ചെയ്യുന്നു. ജസ്റ്റ് റൂക്ക് F6 കളിക്കുന്നു. റൂക്ക് H3 കളിച്ച് C3 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ King D2 കളിച്ചുകൊണ്ട് C3 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. D3 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ റൂക്ക് H2 ചെക്കാണ് അനീഷ് ഗിരി കളിക്കുന്നത്. റൂക്ക് H2 ചെക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് മൂവാണ്. ജസ്റ്റ് King E3 പോകുന്നു. ജസ്റ്റ് റൂക്ക് H3 ചെക്ക് കൊടുക്കുന്നു. ഇവിടെ King E4. അങ്ങനെ പ്രജ്ഞാനന്ദൻ്റെ കിങ് കയറി വരികയാണ്. വൈറ്റ് ക്ലിയർലി ബെറ്റർ പൊസിഷനിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് പോൺ C4. കാരണം ഇവിടെ D/C4 എടുത്താൽ റൂക്ക് C3, അതാണ് ഐഡിയ. എന്തായാലും D/C4 എടുക്കുന്നു. റൂക്ക് ടേക്ക് C3 വെട്ടുന്നു. King F5 വന്നത് അങ്ങനെ ആ ഒരു പോണിലേക്ക് അടുത്ത് വരികയാണ്. ഓക്കെ, King E7 കളിക്കുന്നു. ഇവിടെ റൂക്ക് ടു B6 കൂടി വന്നിരിക്കുന്നു. ഇവിടെ റൂക്ക് ടേക്ക് C4 വെട്ടി. പക്ഷേ ഇവിടെ പോൺ H7 കളിച്ചതോടുകൂടി അനീഷ് ഗിരി റിസൈൻ ചെയ്യുകയായിരുന്നു. ഇനി ആ ഒരു പോണിനെ പിടിക്കുക എന്നുള്ളത് കുറച്ച് പാടന്നെയാണ്. കാരണം റൂക്ക് H4 വന്നാലും King G6 G7 വഴി പോയിട്ടും പിന്നെ ആ ഒരു പോൺ പ്രൊമോട്ട് ചെയ്യുകയും അത് നല്ല രീതിയിലൊരു പണിയായിട്ട് അനീഷ് ഗിരിക്ക് എൻ്റെ ഗെയിമിൽ എന്തായാലും ഒരു പ്രശ്നമായിട്ട് വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ പോൺ H7 കളിച്ചതോടുകൂടി നമ്മുടെ പ്രജ്ഞാനന്ദ വിജയിക്കുകയാണ്. അനീഷ് ഗിരി റിസൈൻ ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പരിമിതികൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ എല്ലാവരും അതൊക്കെ ക്ഷമിക്കുക. നമ്മളെന്തായാലും ഇത് സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ആര് ഗെയിം വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.